ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ മോമോസാണ്. അത് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത്, ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഫ്രൈ ചെയ്യാണ്ടെടുക്കുന്നതായിട്ടുള്ള എണ്ണമയമൊന്നും ഇല്ലാത്ത ഒരു മോമോസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ ഇതിന് ഒരു ചട്നിയും കൂടെ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. അതും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് എല്ലില്ലാത്ത ചിക്കനാണ് എടുക്കേണ്ടത്. ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ 3 മീഡിയം സവാള, അത് പൊടിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കണം. അത് നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്ററായിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനാണ് ആവശ്യമായിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും കൂടിയിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടതും, പിന്നെ കുറച്ച് മല്ലിയില, അത് ആവശ്യാനുസരണം എടുത്താൽ മതി. ഒരു 1.5 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് സോയാ സോസും കൂടെ ആവശ്യമായിട്ടുണ്ട്. 1.5 ടീസ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വേവാൻ വെക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും അതുപോലെ കുരുമുളകും, എരിവിനാവശ്യമായിട്ട് ഉള്ള കുരുമുളകും കൂടെ എടുത്തിട്ട് നമുക്ക് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ട് ക്യാരറ്റൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കുട്ടികൾക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കാനുണ്ട്. അതിന് ഞാൻ വെറും മൈദ കൊണ്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും വേണമെങ്കിൽ പകുതിയായിട്ട് എടുക്കാം. ഞാൻ ഈ ഒരു കപ്പിൽ 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടെ ആവശ്യമായിട്ടുണ്ട്. ഞാൻ 4 കപ്പ് മാവിന് 3 ടേബിൾ സ്പൂൺ അങ്ങനെയാണ് ഓയിൽ എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ മൈദ എടുത്ത അതേ കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കപ്പ് നിറയെ വെള്ളം എടുത്തതിന് ശേഷം ഒരു 3/4 കുറച്ചുകൂടെ അധികമായിട്ട് വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈദമാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ കപ്പിലുള്ള ഇത്തിരി വെള്ളം ബാക്കി വന്നത്. ഇനി ഈ മാവ് നമുക്ക് അടച്ചു വെക്കാം. ഇനി ബാക്കിയുള്ള ചേരുവകളെല്ലാം ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ട്. ചിക്കൻ ആദ്യം തന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ പൊടിയായി അരിഞ്ഞെടുക്കണം എന്ന് പറയുന്നത് നമ്മൾ ഇതൊന്നും വഴറ്റിയെടുക്കുന്നില്ല. ഇത് മെയിനായിട്ട് നമ്മളാകെ ചിക്കൻ മാത്രമേ വേവിച്ചിട്ടെടുക്കുന്നുള്ളൂ. ചിക്കൻ ചിലവർ വേവിക്കാതെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചിട്ടെടുക്കുന്നത്. അതുപോലെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം പച്ചയായിട്ട് തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, വഴറ്റിയെടുക്കുന്നേ ഇല്ല. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാനുണ്ട്. അതുപോലെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മാത്രമേ ബാക്കി ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോയാ സോസിൽ കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ. പിന്നെ ചിക്കനും ഉപ്പിട്ടിട്ട് വേവിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നോക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ ഇതിൽ വേവിക്കാതെ ചേർക്കുന്നുണ്ട്. അത് ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, വേവിക്കാതെ.
പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം, ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിനുള്ള ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് പരത്തിയെടുക്കണം. ഈ മാവ് നമ്മൾ ഒരുപാട് ടൈറ്റായിട്ടും കുഴച്ചെടുക്കരുത്, ഒരുപാട് ലൂസായിട്ടും കുഴച്ചെടുക്കാൻ പാടില്ല. കുറച്ച് സമയമാകുമ്പോൾ തന്നെ ഇത് ഏകദേശം ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി കുറച്ച് വലുപ്പത്തിൽ ഇതിങ്ങനെ ഓരോ ബോളായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ കുറച്ച് വലുതാക്കി പരത്തുമ്പോൾ അത് ഒന്നും തന്നെ നമുക്ക് 5-6 പീസാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇത് നല്ലതായിട്ട് നേരിയതായിട്ട് പരത്തിയെടുക്കണം. ഇതെല്ലാതും ഇങ്ങനെ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. നേരിയതാവുമ്പോഴാണ് അതിന് ശരിയായ അതിൻ്റെ ആ ഒരു വേവും ടേസ്റ്റും ഒക്കെ റെഡിയാവുള്ളൂ. ഇത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കണം. പരത്തിയെടുക്കാൻ നേരിയതായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ കുറച്ച് പരത്താൻ കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഓരോ പീസാക്കിയിട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ഇത് മൊത്തം നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഫില്ലിങ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഓരോന്ന് കയ്യിലെടുത്തിട്ട്, കാണുന്നില്ല നിങ്ങൾ, നല്ലോണം നേരിയതായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. നല്ല കൈയിൻ്റെ വിരൽ വരെ കാണുന്ന പോലെ ഇല്ലേ. ഇനി ഇതിലേക്ക് ഓരോ സ്പൂണിൽ ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് രണ്ടറ്റവും നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നല്ലോണം ഒട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു പോകും. നല്ലോണം ഒട്ടിപ്പിടിക്കണം. എന്നിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഷേപ്പാണ്. ഷേപ്പ് കുറേ മോഡലുണ്ട് കേട്ടോ. ആ എല്ലാ മോഡലും കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോഡലാക്കിയിട്ട് എടുത്തത്. എന്നിട്ട് ഇതുപോലെ ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കണം. ഞാൻ 3 തട്ടിലായിട്ട് കുറേശ്ശെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇതിനുള്ള ചട്നി റെഡിയാക്കാം. ഒരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 4 തക്കാളി, 5-8 വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഒരു 5-8 വെളുത്തുള്ളി അല്ലി മതിയാവും. അതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് സോയ സോസും അതുപോലെ ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നീര്, അത് 1 ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചെറുനാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വിനീഗർ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറും. അപ്പോൾ നമ്മൾ ഇത് ചട്നി റെഡി ആയിട്ടുണ്ട്. അതുപോലെ മോമോസ് വെന്ത് വന്നിട്ടുണ്ട്. മോമോസ് വേവാൻ ആകെ 12 to 15 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളി മോമോസ് റെഡി ആയിട്ടുണ്ട്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓയിലി ഫുഡ് വേണ്ടാത്തവർക്കൊക്കെ ഇങ്ങനെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പൊരിച്ചെടുത്തിട്ടും ചെയ്ത് എടുക്കാം നമുക്ക്. പക്ഷേ പൊരിക്കാതെ ഇങ്ങനെ ഓയിൽ വേണ്ടാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി മോമോസൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബായ്.